Hi, today at Wellness Unscripted, we have Nasreen Mundekat with us, who's a dietitian and lifestyle nutritionist who believes in giving sustainable solution instead of quick fixes. She works in a non-judgmental way, meeting her clients at whatever journey they are in and helping them through it. Let's have this fun conversation happening. Hi. Hi. Welcome to Wellness Unscripted. We're so glad we have you here. Thank you so much. And especially because we all say 80% of whatever management is nutrition. Right. It's so important, more than anything that we do. Workout, all the skincare treatments and all of that goes on one side. But nutrition correct alla ennundengil, it's very difficult to get other things up and sorted. We see a lot of people having a bad relationship with food. Could be because of ഇടയിൽ വന്ന ഡയറ്റ് ട്രെൻഡ്സ് ആവാം, അല്ലെങ്കിൽ this affinity towards size 0 body ആവാം. There is a misconception about what actually healthy body is or what actually health is. So I'm pretty sure you get a lot of clients who deal with this sort of an issue wherein ഞാൻ ഇപ്പോൾ ഡയറ്റിലാണ്, ഡയറ്റ് നിർത്തി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വണ്ണം വെക്കും, അത് ടെൻഷൻ അടിച്ച് അതിന് ഫുഡ് കഴിച്ച് പിന്നെ കോർട്ടിസോൾ ഹൈക്ക് വന്ന് അങ്ങനത്തെ ഇഷ്യൂസ് കാണുന്നതാണ്. ഹൗ ഡു യു ഡീൽ വിത്ത് ദിസ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ വാട്ട് വി ഡിസ്കസ് ഇസ് വാട്ട് ദെയർ ഒബ്ജക്റ്റീവ് ഇസ്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഐ ടേക്ക് ദ ഹോൾ ഹിസ്റ്ററി. അപ്പോൾ അവർക്ക് സ്ട്രെസ് ഉണ്ടാവും, അൺടൈംലി മീൽസ് ഉണ്ടാവും, ഉറക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര ബ്രോക്കൺ സ്ലീപ്പ് ആയിരിക്കും, ഫുഡായിരിക്കും അവരെ സ്ട്രെസ് ബസ്റ്റർ. ഓക്കെ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഐ മീൻസ് ലൈക്ക് എന്താ വേണ്ടേ? വൈ ആർ യു ജോയിനിങ് ദ പ്രോഗ്രാം, അല്ലെങ്കിൽ വൈ യു കമ്മിങ് ടു മീ? അതാണ് എനിക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻ. സോ ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് എനിക്ക് 2 മാസം കഴിഞ്ഞ കസിൻ്റെ കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ഐ എം ഗെറ്റിംഗ് മാരീഡ് ഓർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടേം ഗോളാണ്. ഷോർട്ട് ടേം ആണെങ്കിൽ ഐ എം നോട്ട് ദ പേഴ്സൺ. ലൈക്ക് അതിന് എനിക്ക് നിങ്ങൾക്ക് ഷോർട്ട് ടേം ആയിട്ട് ഒന്നും തന്നെ ചെയ്തു തരാൻ പറ്റില്ല, ബിക്കോസ് മൈ പ്രോഗ്രാം ഡസ് നോട്ട് വർക്ക് ലൈക്ക് ദാറ്റ്. സമയം എടുത്തിട്ടേ റിസൾട്ട് വരുള്ളൂ. ആൻഡ് റിസൾട്ട് ഇസ് ഓൾസോ നോട്ട് പ്യൂർലി നമ്പേഴ്സ്. So there's a lot of learning that happens. And even if my program is like 12 weeks, most of the time it stretches up to 4 months to 6 months. Because alkar they take their time to learn, fall back. So samay edukkum. So basically it's a learning curve. What I say is that ninge samay undingi vanna madi, allengi ninge endokka naatilundo adellam try cheyidu kazhinjittu vayo, then we'll do it samadhanathil. Because everybody's body is different. Yes, very very different. Also male and female. When a couple come, ആദ്യം തന്നെ അവർക്കൊരു സെഷൻ എടുത്തു കൊടുക്കണം. ദാറ്റ് രണ്ടാളുടെ റിസൾട്ട് 2 വിധത്തിലാണ് വരും. Male gets like very linear results and it is very annoying. Okay, when you're competing with your partner, ഒരാൾ ജിമ്മിൽ പോകുന്ന റിസൾട്ട് വരുന്നു, എക്സാക്ട്ലി. ആൻഡ് അതുമല്ല, ലേഡീസ് ഹാവ് ദീസ് സൈക്കിൾസ്. അവരുടെ പീരിയഡ് സൈക്കിളും ഒന്നാമത് പീരിയഡ് സൈക്കിൾ ശരിയാവില്ല. Even if it is correct, what happens is our 2 ആഴ്ച റിസൾട്ട് വരും. 3rd week there is a bloatingും വെയിറ്റ് ഗെയിനും ക്രേവിങ്സും ഒക്കെ വരും. അപ്പോൾ അവരുടെ റിസൾട്ട് അവിടെ കുറച്ചൊന്ന് സ്റ്റാഗ്നന്റ് ആവും. പിന്നെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് രണ്ടാമത് ട്രാക്ക് കയറുമ്പോഴേക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ഓൾറെഡി 2 കിലോ കൂടെ കുറഞ്ഞു. സോ ദാറ്റ് ബിക്കംസ് എ ഇഷ്യൂ. സോ എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ലോങ് ടേം സസ്റ്റൈനബിൾ, എനിക്കെൻ്റെ വെയിറ്റ് അല്ല പ്രശ്നം, I'm tired of buying dresses every 2 months. അങ്ങനത്തെ concern ആണെങ്കിൽ like okay, now we can work around this. And most of the time എനിക്ക് clients കിട്ടുക that is my routine actually. wherein ഗൾഫുകാർ നാട്ടിൽ വന്ന് പോയാൽ എനിക്ക് clients കിട്ടും. Because for some reason, probably medical reasons, നാട്ടിൽ വന്ന ഒരു full body checkup ചെയ്യുക is something a lot of Gulf people do. Right? That's an NRI culture. It is. നാട്ടിൽ വന്നിട്ട് ഒന്ന് ഫുൾ ചെക്ക് ചെയ്യുന്നത് എന്തിനാണത് ചെയ്യണതെന്ന് ചോദിച്ചാൽ it is a big thing, because they're going back to that. And all dental, blood tests and everything. എല്ലാം അവിടത്തെക്കാളും ഇവിടെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഓൾസോ പോക്കറ്റ് ഫ്രണ്ട്ലി ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. And we have like everything, latest things we do have here in our hospital scenario. ആ ഫുൾ ബ്ലഡ് ചെക്കപ്പ് കിട്ടി കഴിഞ്ഞിട്ട് they give me a call. Most probably ഇവിടെ നിന്ന് തന്നെ വിളിക്കും, നാട്ടിൽ നിന്ന് തന്നെ വിളിക്കും, so that they initiate the process, right? എന്നിട്ട് they'll be like, നാട്ടിൽ നിന്ന് ഞാൻ ആദ്യം പറയും, നാട്ടിൽ നിന്ന് എടുക്കില്ല, തിരിച്ചു പോയിട്ട് തന്നെ മെസ്സേജ് അയച്ചാൽ മതി. That thing has to be there. The impulsive ആണോ, or when they get back to their routine. Yes. And ഇവിടെ കല്യാണങ്ങൾ, ടൂറ്, എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ
what I tell them is 3 മാസത്തെ program, no extensions. അത് കഴിഞ്ഞാൽ you're on your own. I'll teach you, I'll hold you when you fall, that's all right. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് you maintain this. അടുത്ത ന്യൂ ഇയറിന് മെസ്സേജ് മീ, ലെറ്റ് മീ നോ ഹൗ യു ആർ ഫീലിംഗ്. So that is the amount of time it takes. അപ്പോൾ ചില ആൾക്കാർ it's a gradual sustainable process, very gradual, and അത് ചെയ്യണമെങ്കിൽ ക്ഷമ വേണമെങ്കിൽ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടാവണം. So most of my people are late 20s, early 30s അവിടെ നിന്നുണ്ട്. ബിക്കോസ് ട്രെൻഡ് ചെയ്തിട്ട് കൂടി കുറഞ്ഞു over the last 5 years കൂടിയിട്ടേ ഉള്ളൂ. That category comes to done with quick fixes. Now I just want something I can fall back on. And everybody has fatty liver. Yeah. So they're like, idu vechondirunal. Yeah. That is a tipping point. Yeah. See, I am a person who was very obese as a child. Who probably because of that I had a very bad relationship with food. And ഈ പറഞ്ഞ പോലെ കുറേ ക്വിക്ക് ഫിക്സസ് ഒക്കെ ട്രൈ ചെയ്തു. Then later I figured out my body is very different from my friends or my siblings, and I know this works for me. I know that maybe it is in my 30s that I figured it out. ഇപ്പം ആ ഒരു comfort zone is ഭയങ്കര റിലീഫാണ്. That you know if you put on 2 kgs how you can bring it down. Exactly. And your health is what you determine, not what another person says. ഇപ്പം നീ 60 കിലോ ആവണം എന്നൊരാൾ പറയുന്നതല്ല എന്റെ ഹെൽത്ത്. The ability to go up and down a stairs without gasping for breath, right, is what is healthy for me എന്നുള്ളത്. I think that was a beautiful journey, and that is a journey, it's very ongoing, like you said. Right. When നമ്മളെടുത്ത ഒരാൾ ബയോ റീമോഡലിങ്ങിന് വരുമ്പോഴും there is a lot of education that happens along with it, telling them about insulin sensitivity, telling them about what their food is. അവർ വിചാരിച്ച ഹെൽത്തി ആണെന്ന് വിചാരിച്ച ഫുഡുകൾ ചിലത് ഹെൽത്തി ആയില്ല, അവരുടെ protocols that they follow and etc. So when it comes to your program that you mentioned, what is exactly that you deliver, or what is the protocol that you follow? So first of all, what it is like, നമ്മള് where we grew up matters. What we are used to, ഒരു particular pattern of eating, that matters. അതായത് ഇപ്പോൾ let's say നാട്ടിൽ വളർന്നൊരു കുട്ടിക്ക് most probably that person's breakfast would be പുട്ട്, കടല, ദോശ, those things. ആ ആള് no matter ഹോസ്റ്റലിൽ പോട്ടെ, പുറത്തു പോയി പഠിക്കട്ടെ, എവിടെയാണെങ്കിലും end of the like wherever they are in their life, ആ പോയിന്റിൽ ഇതാണ് അവർ കംഫർട്ട് ഫുഡ്. Okay, so you tell them to eat that, they are happy. അതായത് ഡയറ്റ് ആണെങ്കിൽ എനിക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ, ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. സോ അത് മാറ്റി കൊടുക്കും. ഇനി സിമിലർലി ഗൾഫിൽ വളർന്ന ഒരാൾക്ക് സോസേജ് വേണം, നഗറ്റ്സ് വേണം, ബ്രെഡ് വേണം, ന്യൂട്രല്ല വേണം, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ വേണം, മ്യൂസ്ലി കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ടു മ്യൂസ്ലി ജേർണി, ദാറ്റ് ഇസ് എ ഷോർട്ടർ ജേർണി. സോ അവരെടുത്ത് പുട്ടും കടല എന്ന് പറഞ്ഞാൽ ഓക്കെ. സോ ആൾക്കാർക്ക് എന്ത് ഫുഡാണോ അവർ യൂസ് ടു ആയിട്ടുള്ളത് അതിനെ നമ്മൾ ഡയറ്റ് ആക്കി കൊടുക്കും. ദാറ്റ് ഈസ് വാട്ട് ഐ പ്രൈമറിലി ഡു. ആൻഡ് എല്ലാവരും കഴിക്കുന്ന ഫുഡ് തന്നെ നമ്മൾ കഴിക്കണം. സോ ഇഫ് ഇറ്റ്സ് എ മദർ, ഇഫ് ഇറ്റ്സ് എ ഫാദർ, ഡസൻറ്റ് മാറ്റർ, എല്ലാവർക്കും ഒറ്റ ഫുഡ്. അതിൽ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുമ്പോൾ യു ഹാവ് എ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ദാറ്റ് യു ഡീൽ വിത്ത്. അല്ലാണ്ട് ഇത്ര ഗ്രാം അരി എടുത്ത് നിങ്ങൾക്ക് മാത്രം വേറെ ചോറ് വെക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം വേറെ ബ്രേക്ക്ഫാസ്റ്റ്, ദാറ്റ് ഇസ് അഗൈൻ നോട്ട് സസ്റ്റൈനബിൾ ഇൻ ദ ലോങ് റൺ. വെരി ട്രൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കഴിക്കുന്ന ഫുഡ്, ദാറ്റ് ഇസ് വൺ തിങ് ദാറ്റ് ഐ ഡീൽ വിത്ത്. രണ്ടാമത്തെ കാര്യം, ഐ ടെൽ ദം ദാറ്റ് ഡെഫിനറ്റ്ലി ആഴ്ചയിൽ ഒരു ചീറ്റ് മീൽ എടുക്കണം. സോ ഇപ്പോൾ വേറൊരു ട്രെൻഡ് വരുന്നുണ്ട്, യു ഡോണ്ട് ഹാവ് ടു ചീറ്റ്. ചീറ്റ് ഇസ് നോട്ട് ഫോർ യുവർ ബോഡി, ചീറ്റ് ഇസ് ഫോർ യുവർ ബ്രെയിൻ. ഓക്കെ, കാരണം 6 ദിവസം മര്യാദക്ക് അളവ് നോക്കി എല്ലാ നേരം ചിട്ടയായിട്ട് നല്ല കുട്ടിയായിട്ട് ഭക്ഷണം കഴിക്കും. 7th day you get to enjoy, reap the benefit. It's your reward. ഓക്കെ, ആ ദിവസം നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ബർഗർ വേണോ, ഷേക്ക് വേണോ, തിരാമിസു വേണോ, വട്ട് എവർ യു വാണ്ട്, ഫിൽ യുവർ സെൽഫ് ടു ദ ബ്രെയിൻ. ഒരു മീൽ, ഒരു ഡേ അല്ല, ഒറ്റ മീല്. ഓക്കെ, not through the day. ഒരു മീല്, ആ മീല് നമ്മൾ ആർമതിച്ച് കഴിക്കുമ്പോൾ യു ആർ ലൈക്ക് how ഒരാഴ്ചത്തെ ഫ്രസ്ട്രേഷൻ സോർട്ടഡ് there. Again Monday to Friday അല്ലെങ്കിൽ Monday to Saturday we are back on our plan. അപ്പോൾ ഇപ്പൊ ഈ സൺഡേ I had so this much things, അടുത്ത സൺഡേ I want to eat probably something else. So through the week, whatever craving you have, you're mentally tuning yourself to hold it for that one meal. Yes. അപ്പോൾ some people are like ഭയങ്കര ആരംഭശൂരത്വത്തിൽ they'll be like ഞാൻ ചീറ്റ് മീൽ എടുത്തിട്ടേ ഇല്ല, so I know a crash is coming. Okay, where they give up completely. And ആ crash എന്ന് തിരിച്ചു കയറാൻ പണിയാ, because the moment it slips completely they go for a 10-day break.
അപ്പോഴത്തേക്ക് 2-3 ആഴ്ച നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ വിൽ പവർ ആയിക്കോട്ടെ, ബോഡീൻ്റെ ഒരു ഹൗ ദ ബോഡി ഡൈജസ്റ്റ് എവറിത്തിങ് ഒക്കെ കൊള്ളാവും. സോ ഒരു മടുപ്പ് വരും. ഐ ലോസ്റ്റ് ഓൾ മൈ ഗെയിൻ ബിക്കോസ് നമ്മൾക്ക് ഇറ്റ്സ് ലൈക്ക് ഡു ഓർ ഡൈ. ഒന്നെങ്കിൽ ഡയറ്റ് അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ്, ഒന്നെങ്കിൽ ഡയറ്റ് അല്ലെങ്കിൽ അതിന് ഐ മീറ്റ് ദ മിഡ് വേ. 6 days ഡയറ്റ്, 7th day you indulge. അപ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ basically what I try to teach them is that you will get your reward every weekend. അല്ലാണ്ട് ഡയറ്റ് തുടങ്ങിയിട്ട് ഞാൻ ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല is not how it is going to be. Okay, so 6 days a week. The funny part is that 6 ദിവസം മര്യാദക്ക് അളവ് സഹിതം കഴിക്കുമ്പോൾ their capacity reduces. ഓക്കെ, അവരെ ഇൻസുലിൻ സ്പൈക്സ് ആർ റെഗുലേറ്റഡ്. ഇതെല്ലാം റെഗുലേറ്റ് ആയി വരുമ്പോൾ നമ്മളെ ടോളറൻസും കുറയും. അതായത് ഇഫ് യു ആർ സംബഡി ഹൂസ് ലൈക്ക് ഒന്നും നോക്കാണ്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ യു നോ ദാറ്റ് യു ക്യാൻ ഈറ്റ് എ ബിഗ് ലോഡ് ഓഫ് തിങ്സ്. ഓക്കെ, നമുക്ക് ലിമിറ്റ് ഇല്ല. ഒരു 1/2 kg കേക്ക്, 1 kg കേക്ക് സുഖമായിട്ട് കഴിക്കാം. എസ്പെഷ്യലി ഗൾഫ് പീപ്പിൾ ഹാഡ് ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് ടോളറേറ്റിംഗ് ഹൈ ലെവൽ ഓഫ് ഷുഗർ ആൻഡ് ഫാറ്റ്. ചെറുപ്പം തൊട്ടുള്ള ട്രെയിനിങ് ആണ്. സോ I feel like we're talking about I know, I've been there. Right, ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ റെഗുലേറ്റഡ് ആയിട്ട് കഴിച്ച് വരുമ്പോൾ what happens is ഒരു ഷേക്ക് ഓർഡർ ചെയ്താൽ 2 സിപ്പ് കഴിക്കുമ്പോൾ ഇറ്റ്സ് ടു സ്വീറ്റ് ഫോർ യു. നമുക്ക് എനിക്ക് വേണ്ട, ഞാൻ ഡയറ്റിലാന്നല്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, പ്ലീസ് ഷെയർ. ഓക്കെ, സോ അവിടെ എത്തുമ്പോൾ ഇൻ എഫക്ട് വാട്ട് ഇസ് ഹാപ്പനിങ് ഈസ് 6 ദിവസം കഴിഞ്ഞ് ഒരു ഡയറ്റ്. ഫസ്റ്റത്തെ ചീറ്റ് മീൽ ആർമാദിക്കും, സെക്കൻഡ് ചീറ്റ് മീൽ ആകുമ്പോഴത്തേക്ക് പണ്ടത്തെ ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യാൻ കഴിച്ച് തീർക്കാൻ പറ്റില്ല. ബൈ ദ തേർഡ് ഓർ ഫോർത്ത് വീക്ക് ലൈക്ക് ചീറ്റ് മീൽ കഴിക്കണം. I don't have that craving anymore. Okay, but I still tell them go eat. Because they need that place, like ഇപ്പോൾ ഒരു പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലൊരു കല്യാണം അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിലൊരു വീക്കെൻഡ് ഔട്ടിംഗ് ഒക്കെ ആകുമ്പോൾ they need to be like off the hook. എല്ലാവരുടെ ഇടയിൽ എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം they get to enjoy that. So they are also like mentally happy ആണ്. ഇപ്പൊ നമ്മള് when we spoke about this, we spoke about insulin spike. Right. Okay. Everyone talks about insulin resistance, how important it is to monitor. Now you even get these patches where you can, monitor your glucose spike and etc. I am personally someone who, like once I started monitoring it, I don't use gadgets, but nammude diet idakku vechi I started realizing I could improve my productivity a lot. So could you shed some professional light on insulin resistance and how you can manage it with your diet, like in a very simple. So basically insulin resistance എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻസുലിന് പണിയെടുക്കാൻ പറ്റുന്നില്ല. Okay, because the load of carbohydrate that is entering your body, carbohydrates are not the villain, പക്ഷെ at one point അകത്തേക്ക് കഴിക്കുന്ന ഫുഡിന്റെ ലോഡ് സോ ഹൈ ദാറ്റ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ, ബിക്കോസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ഷുഡ് നോട്ട് ബി ഹൈ, അതിനെ ടാക്കിൾ ചെയ്യാൻ ദ ബോഡി വുഡ് സ്റ്റാർട്ട് പമ്പിങ് ഔട്ട് മോർ ആൻഡ് മോർ ഇൻസുലിൻ. ഓക്കെ, ഇതിങ്ങനെ കുറേ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ യുവർ ബ്ലഡ് ഇസ് ഫ്ലഡഡ് വിത്ത് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഇസ് വാട്ട് ബിക്കംസ് ദ ബ്ലാക്ക് പാച്ചസ് ഓൺ യുവർ സ്കിൻ. ഓക്കെ, സോ ഇത് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ടോ അല്ല വരിക. ഇഫ് ദിസ് ഇസ് യുവർ ഹാബിറ്റ്, ഓക്കെ, വേർ യു ആർ നോട്ട് ഈറ്റിംഗ് ലൈക്ക് ഫോർ ലോങ് ഫാസ്റ്റിംഗ് hours എന്നിട്ട് പിന്നെ ഹെവിലി ഇൻഡൾജിങ്, ആ ഒരു മീൽ ഇസ് വെരി ഹെവി ഇൻ കാർബ്സ്, ഒരുപാട് ഇൻസുലിൻ ബോഡി റിലീസ് ചെയ്യും ടു ടാക്കിൾ ദാറ്റ് ഷുഗർ ലോഡ്. ബാക്കി ഇൻസുലിൻ വിൽ സർവൈവ് ഇൻ ദ ബ്ലഡ്. ഈ ബോഡി ഇൻസുലിനെ കണ്ട് ഇതിന് എന്താ ചെയ്യണമെന്ന് അറിയാണ്ട് ഇറ്റ് സ്റ്റാർട്ട്സ് സെഡിമെന്റിങ് ഇൻ യുവർ സ്കിൻ. ഓക്കെ, സോ യുവർ ബോഡി ബിക്കംസ് റെസിസ്റ്റന്റ് ടു ഇൻസുലിൻ. പിന്നെ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര ഇൻസുലിൻ വന്നാലും ഈ ഗ്ലൂക്കോസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് പോകും. ദാറ്റ് ഇസ് വെയർ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹാപ്പൻ, ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് നമ്മളെ ഗ്ലൂക്കോസ് ലോഡ് ഇസ് ഹൈ. ഓക്കെ, ലൈക്ക് ദാറ്റ് സ്പൈക്ക്. ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കൊണ്ട് ഒറ്റയടിക്ക് ഷുഗർ കയറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് ഉറക്കം വരിക എന്ന് പറയുന്ന കുറെ എക്സാക്ട്ലി. Until I eat, I'm okay. But then ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ I feel tired എന്ന് പറയുന്നുണ്ട്. So that is exactly that spike. Okay, അപ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇസ് when we take too much of ഈ പറഞ്ഞ കാർബ്സ്. അപ്പോൾ ഈ സ്പൈക്കിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്താൽ ബോഡിക്ക് അറ്റ് എ ടൈം കുറച്ച് ഇൻസുലിനെ വിട്ടാൽ മതി. ഓക്കെ, ദിസ് ഇസ് ദ മെയിൻ ടെക്നിക് ദാറ്റ് വി നീഡ് ടു യൂസ്. അറ്റ് എ ടൈം ഒറ്റയടിക്ക് ഷുഗർ കയറാൻ പാടില്ല. സോ യുവർ ഫുഡ് ഷുഡ് ബി ഭയങ്കര കാർബ് ഹെവിനെക്കാളും അതിന്റെ ഡൈജഷൻ പ്രോസസ്സിനെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യണം, വിച്ച് ഇസ് വൈ ഫൈബർ കംസ് ഇൻ.
ഓക്കെ. അപ്പോൾ ഒരു ലോഡ് ലൈക്ക് നമ്മൾ സിമ്പിൾ ഷുഗേഴ്സും അല്ലാത്ത ലൈക്ക് ഹോൾ മീൽ ഫുഡ് എന്നും പറയുന്നതിൽ ഡിഫറൻസ് അവിടെയാണ് വരുന്നത്. സിമ്പിൾ ഷുഗേഴ്സ് ഫോർ എക്സാമ്പിൾ യു ടേക്ക് എ ചോക്ലേറ്റ് ക്രൂസോൺ, ടേക്ക് എ ബൈറ്റ്, ഇൻസ്റ്റന്റ്ലി യുവർ ബ്ലഡ് ഷുഗർ വിൽ സ്പൈക്ക്. ചോറ് വിത്ത് ഉപ്പേരി അല്ലെങ്കിൽ പുട്ട് സിമ്പിൾ, ഒരു ചപ്പാത്തി വിത്ത് ചിക്കൻ ആൻഡ് സം വെജീസ് ഇൻ ഇറ്റ് റാപ്പ്, അതും കാർബ്സ് ആണ്, പ്രോട്ടീൻ ഉണ്ട്, പച്ചക്കറികളുണ്ട്, യുവർ ഷുഗർ വുഡ് സ്പൈക്ക് അറ്റ് എ മച്ച് ലെസർ റേറ്റ്. ഓക്കെ. സോ നമ്മൾ സഡൻ സ്പൈക്ക് വരില്ല. അപ്പൊ നമ്മൾ ആ ഫൈബർ ലോഡ് കൊടുത്തിട്ട് ഷുഗറിനെ പതുക്കെ ഡൈജസ്റ്റ് ചെയ്യാനും പതുക്കെ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യാനും പഠിപ്പിക്കുമ്പോൾ ബോഡിക്ക് അതിനനുസരിച്ചിട്ട് ഇൻസുലിൻ റിലീസ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് തിങ് യു ആർ ടാക്ലിംഗ് ഇസ് ദിസ്. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യണം. വേർ നമ്മൾ മസിലിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സസൈസിന്റെ ആ ലാസ്റ്റിലേക്ക് ഒരു വിറയലൊക്കെ വരുന്നത്. ബിക്കോസ് യുവർ ഗ്ലൂക്കോസ് ലോഡ് ഇസ് ഡൺ ഇൻ യുവർ മസിൽ, സ്റ്റോർ തീർന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ ബ്ലഡിന് അതിനകത്തേക്ക് കയറിയിരിക്കും. സോ യുവർ ബ്ലഡ് ഇസ് ക്ലിയറർ ഓഫ് ഗ്ലൂക്കോസ് ആണെങ്കിലും ശരി, ഇൻസുലിൻ ആണെങ്കിലും ശരി. സോ ദിസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ എ ഡേ. നമ്മൾ എല്ലാ മീലിലും ഗ്ലൂക്കോസ് സ്പൈക്ക് വരാണ്ട് നോക്കണം. ആൻഡ് യു നീഡ് ടു ഹാവ് റെഗുലർ എക്സസൈസ്. So, as you mentioned, ഇപ്പം നമ്മളെടുത്ത് ചില പേഷ്യൻസ് വരുമ്പോൾ who has pigmentation on their neck, right, sides of their face, or has these brown spots called as DPN. This is one thing we tell them, that we can treat it, പക്ഷേ നിങ്ങൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി or resistance and food ഡയറ്റ് ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും വരാം. അപ്പം മേ ബി ആദ്യം അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. രണ്ടാമത് ട്രീറ്റ് ചെയ്തെല്ലാം മാറി പിന്നെ ഇതുപോലെ over a period of 6 months or 1 year reappear and they'll be like, oh, I realized. And those who actually manage it well has seen a very consistent difference also. So I think it's very important to talk about skin concerns with food also. Now when it comes to നമ്മൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു, അതുപോലെ പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഈ ക്ഷീണം എന്ന് പറയുന്ന പോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വെള്ളം കുടിച്ചാൽ പോലും തടി വെക്കും. ആൻഡ് ഞാൻ കാറ്റടിച്ചാൽ പോലും ഇത് നമ്മൾ കൊളോക്കിയലി യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അത് ഫാറ്റ് അല്ല, ഇൻഫ്ലമേഷൻ ആണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് it's a game changer. Right. And most of the time it is these chronic inflammation that is causing a lot of autoimmune conditions. അല്ലെങ്കിൽ നമ്മൾ ഏജിങ് പ്രോസസ്സ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുന്ന ഒരു 30-year-old ആയിട്ടുള്ള ആൾക്കാർക്ക് they feel like a 60-year-old because of chronic inflammation. Right. So how do you educate them about this, and what are the few changes that you ask them to look into their diet like on a regular basis? Most of these people two things would be like ഭയങ്കരമായിട്ട് എവിഡന്റ് ആയിരിക്കും അവരുടെ പാറ്റേണിൽ. One is that they rely on quick carbs. Okay. Two is that their intake of fruits and veggies would be very minimal. Okay. Nuts ഒക്കെ പ്രോബ്ലി ഫലുദയിലുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ. സോ ദ തിങ് ഈസ്, ഒരു കേടുള്ള സാധനം കോൺസ്റ്റന്റ്ലി അകത്തേക്ക് ചെല്ലുന്നുണ്ട്, ആവശ്യമുള്ളതൊന്നും ചെല്ലുന്നില്ല. പച്ചക്കറി ഞാൻ കഴിക്കാറില്ല. സോ ക്വിക്ക് കാർബ്സ് എന്ന് പറയുമ്പോൾ ബ്രെഡ് പ്രശ്നമല്ല. ഇഫ് ദ വേ യു ലെയർ ഇറ്റ് അനുസരിച്ചിട്ട് ബ്രെഡിന് നമുക്ക് ഹെൽത്തി ആക്കാം. ഐ വുഡ് നോട്ട് സേ ദാറ്റ് എപ്പോഴും നിങ്ങൾ മൾട്ടിഗ്രെയിൻ തന്നെ പോണം, സാറിഡ് തന്നെ പോണം എന്ന് പറയില്ല. വൈറ്റ് ബ്രെഡിനെ നമുക്ക് ഒരു പരിധി വരെ ഹെൽത്തി ആക്കാം. മൾട്ടിഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് അതൊരു 6 സ്ലൈസ് കഴിക്കുന്നവരുണ്ട്. ഓക്കെ. ഷുഗർ കുറക്കാൻ ചപ്പാത്തി കഴിക്കുമ്പോൾ 10 ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്, റൈറ്റ്? സോ സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചപ്പാത്തി മാത്രം കഴിക്കുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് എ സിമ്പിൾ ഷുഗർ. ഓക്കെ. കഞ്ഞി മാത്രം കുടിക്കുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് എ സിമ്പിൾ ഷുഗർ. സോ ഹൗ യു make that meal balance to make something simple or complex. Simple termil ipo the other side of it, പച്ചക്കറി കഴിക്കുന്നത് വീട്ടില് ചിക്കൻ ആൻഡ് റൈസ് കഴിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓൺ എ ലഞ്ച്. ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് വിത്ത് റൈസ് ഓർ പ്രോബ്ലി സം കേർഡ് ആൻഡ് പിക്കിൾ. എവിടെ പച്ചക്കറി? പച്ചക്കറി ഇല്ലേ? ചിക്കൻ ആർക്കും കുക്ക് ചെയ്യാം, ഫിഷ് ആർക്കും കുക്ക് ചെയ്യാം, ചിക്കൻ കറിയും കുറേ ചോറും, ഒരു ചിക്കൻ കറി കുറേ ചോറും, ആൻഡ് അതിൽ തക്കാളി ഇല്ലേ, റൈറ്റ്? സോ നമ്മൾ അതിനകത്ത് പച്ചക്കറി സ്ഥിരമായിട്ട് കഴിക്കുന്നില്ല എന്നുള്ളത് ഫുഡ് ജേർണൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. 5 days ജേർണൽ ഞാൻ അവരുടെ കൊണ്ട് ചോദിക്കുമ്പോഴേ എവിടെ പച്ചക്കറി, എവിടെ ഫ്രൂട്ട്സ്? യെസ്, ഐ ഡ്രിങ്ക് ABC ജ്യൂസ് ഇൻ ദ മോർണിംഗ് ഓർ ഐ ഓൾവേസ് ഗോ ഫോർ ജ്യൂസസ്, ഫ്രഷ് ജ്യൂസ് വിത്തൗട്ട് ഷുഗർ. Doesn't matter. I had a patient who told me green veggies കഴിക്കുന്നു. Yeah, doctor, I take green veggies, the effervescent tablet. So and only moringa tablets കുടിക്കുന്ന ആൾക്കാരുണ്ട്. So quick tips, like some probably timing ആയിരിക്കും, probably convenience ആയിരിക്കും, because this habit of cooking at home, eating whole meals, it's dying down. ഒരു സൈഡിൽ, other side it is becoming a trend also.
both are happening. So pachakari കഴിക്കൽ is like non-negotiable. If you're and you should have the vegetable itself. Yes. Not supplements of vegetables. No. Vegetables, fresh fruits. Not fruit juices, not veg juices. Because basically we need the fiber in it along with all the vitamins, minerals, antioxidants and everything. കാരണം anti-aging എന്ന് പറയുമ്പോൾ we need antioxidants. Basically നമ്മളെ ബോഡിയിൽ ഡൈജഷൻ കഴിഞ്ഞിട്ട് വരുന്ന all the junk in the sense like free radicals in the body ന്ന് ഒഴിവാക്കണമെങ്കിൽ we need carriers like antioxidants. അത് basically colorful fruits and veggies ആണ്. The way you look at a fruit stall, അങ്ങനെ ആയിരിക്കണം നമ്മളെ plate. Okay. That's why it said rainbow on your plate. Right. So അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ we don't expect it to happen. Like ഞാൻ 2 ദിവസം ഫ്രൂട്ട്സ് കഴിച്ചു പക്ഷെ എൻ്റെ സ്കിന്ന് ശരിയായില്ല. Everything takes time. So സ്ഥിരമായിട്ട് നിങ്ങൾ പച്ചക്കറി കഴിക്കണം, സ്ഥിരമായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കണം. അതിൽ you have a choice to pick what you like. Okay. കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പച്ചക്കറി എങ്ങനെയെങ്കിലും കഴിക്കണം ഞാൻ പറയാറില്ല. You work around what you can do because ചില ആൾക്കാർ പറയും കുട്ടി ഇത് മാത്രമേ കഴിക്കുള്ളൂ, അതൊന്നും നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഇതേ ചെയ്യുന്നുള്ളൂ. That is wrong in one way, but still like okay then eat that. So your question was നമ്മൾ what should use? Simple sugars കുറയ്ക്കാൻ വേണം. ഇപ്പുറത്ത് enough and more of antioxidant rich ആയിട്ടുള്ള fruits and vegetables വേണം. അപ്പം നമ്മൾ വിചാരിക്കും antioxidant rich ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏതാ? There are no superfoods. Every color is going to give you something else. Some different vitamins, some different minerals. Keep it quite variety and colorful. So when it comes to insulin resistance, instead of just falling back on supplements and etc., make your food very balanced and have at least some activity and also making sure that you do this sustainably. Yes. Long term ചെയ്യണം. അപ്പോൾ ഈ long term ചെയ്യുന്ന കാര്യം is where people fall short. നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. വി ആർ ഡൂയിങ് എവറിത്തിങ് ഇൻസ്റ്റന്റ്ലി അല്ലേ? നമുക്കിപ്പോ ഇന്നൊരു സാധനം വേണമെങ്കിൽ എന്തുണ്ടാക്കും. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ബിക്കോസ് ഒരു ഇത്തിരി എഫേർട്ട് വീക്കെൻഡിൽ ഇടുകയാണെങ്കിൽ ലൈക്ക് റിയലി ഒരു മീൽ പ്ലാനിങ്ങും പ്രെപ്പിങ്ങും ഇറ്റ് ഇസ് നിങ്ങൾ കുക്ക് ചെയ്യേണ്ട വീട്ടിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ മതി. But the plan should be ready by the weekend. Or Friday വൈകുന്നേരം ഇരുന്നിട്ട് ഈ വീക്കിലെ മൺഡേയിൽ this is what I'm going to eat as breakfast. These are my lunches. These are my dinners. These are going to be my snacks. എന്നിട്ട് നിങ്ങൾ ഷോപ്പ് ചെയ്യും. Get those things ready. Stock your fridge. Then നമ്മളെ chances of completely messing up would drastically reduce. അതിനകത്ത് നമുക്ക് എപ്പോഴെങ്കിലും ക്രേവിങ്സ് വരുമ്പോൾ കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ വിട്ടാൽ more or less you're sorted. It's very true. കാരണം at one point I used to do that. On and off, as you mentioned, consistency is very important. So wherein, weekendly poita I would pick up whatever I need. So it will be like maybe I need 6 days or 7 days, 7 cucumbers, 7 carrots. And നമുക്കിപ്പോൾ പെട്ടെന്നൊന്ന് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫ്രിഡ്ജിൽ സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ we won't order something and that. So I think we need to also understand a human brain. നമ്മൾ എല്ലാവരും അവനവന്റെ ശരീരവും അവനവന്റെ മെന്റാലിറ്റിയും മനസ്സിലാക്കിയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Now when it comes to, we spoke about inflammation. Now when it comes to food, നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് with our ancestral knowledge, at some point in our life our parents would have handed out something from the kitchen saying ഇത് കഴിച്ചോ ശരിയാവും. പീരിയഡ് പെയിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉലുവെടുത്ത് തരാറുണ്ട്. And it is said that your kitchen is your best treasure. Right. So if you are to pick out something for a person who has painful menstruation or acne, yes, I know it is not a treatment, പക്ഷേ വീട്ടിൽ നിന്ന് ഒരു കിച്ചണിൽ ഒരു സാധനം എടുക്കാൻ പറഞ്ഞാൽ what will be those things that you would pick out which helps? So more than pain, കാരണം pain does not happen because of a single reason. Your body is like body ഇത്രയും കാലം അതിന് എന്താണ് ഇൻപുട്ട് കൊടുത്തത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പെയിൻ വരിക. സോ ഇഫ് ഇറ്റ്സ് നോട്ട് എ ബോഡി വിച്ച് ഇസ് ആക്റ്റീവ്, ചാൻസസ് ഓഫ് ഹാവിങ് എ പെയിൻഫുൾ പീരിയഡ് ഇസ് ഹൈ. അതേപോലെ ഫുഡിന്റെ കാര്യത്തിലും ഇഫ് ദ ബോഡി ഈസ് ക്വൈറ്റ് യൂസ്ഡ് ടു ഈറ്റിംഗ് എ ലോട്ട് ഓഫ് ജങ്ക്, ദ ഇന്റൻസ് പീരിയഡ്സ് ആർ മച്ച് വേഴ്സ്. അനീമിക് ആണെങ്കിൽ ദ ഫ്ലോ ഇസ് ഡിഫറെൻറ്റ്, ഓൾ ദോസ് തിങ്സ്. ബട്ട് ഒരു പെയിൻഫുൾ പീരിയഡിനെക്കാളും ഐ വുഡ് സേ ഫോർ മീ പീരിയഡ്സ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ദ തിങ് ഐ വുഡ് സേ എള്ളുണ്ട കഴിക്ക്. ദാറ്റ് ഇസ് ലൈക്ക് ഐ ഡോണ്ട് നോ എന്നോ മുതൽ ചെയ്യുന്ന ഒരു കാര്യം. പീരിയഡ്സ് ആവുന്നില്ലേ എള്ളുണ്ട എടുത്ത് കഴിക്ക്. അപ്പൊ എത്രണ്ണം അതൊന്നും സാരല്ല, നീ കഴിച്ചോ എൻജോയ്. അത് 2 ദിവസം കഴിക്കുമ്പോഴത്തേക്ക് പീരിയഡ്സ് ആവും. സോ
the thing is നമ്മൾ സീഡ് സൈക്ലിംഗ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മെയിൻ കോമ്പണന്റ് ആണ് സെസമി സീഡ്സ്, എള്ള്, റൈറ്റ്? സോ അതിനെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് പാലറ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് എള്ളുള്ളി. ഇപ്പൊ നമുക്ക് ഫ്ലാക്സ് സീഡ് ഇസ് ക്വൈറ്റ് ന്യൂ ഇൻ ദ സെൻസ് ലൈക്ക് എന്നിപ്പോ ഫ്ലാക്സ് സീഡ് കഴിച്ചിട്ടൊന്നുമല്ല, ഞാനൊന്നും അങ്ങനെ വളർന്ന ആളല്ല, പക്ഷെ you can incorporate those two. I think it's in last 10 years I would say flaxseed has come up with so much of, right, and also pumpkin seeds aikote, flax seeds aikote, all these things are like flax seeds theere illa, but pumpkin seeds idokke sunflower seeds okke Gulf snacks are when you put it on a tray, right? So ആ സാധനങ്ങളൊക്കെ ആയിരിക്കും I would say go for it എന്ന് ഒരു പീരിയഡ്സ് ഉള്ള ആളോട് പറയാ. Like make sure that you're eating flax seeds, pumpkin seeds, sunflower seeds and sesame seeds as part of your diet on a regular basis. Your periods would improve. Adinte timing aikote, adinte oru intensity aikote, it would improve when accompanied with oru half an hour a day of at least oru nartham. That would make a difference. Instead of like doing extremes, go to gym and then burn yourself or not do anything, it's better to do something which you enjoy. Which you enjoy and which you can do regularly. That is also another thing that I've seen in a lot of our patients, that is ippom oru workout culture undallo, that you know everyone works out, everyone is active, but for some people, even if they have inflammatory body or they have that cortisol sensitivity, avade ee particular activity avade cheyna ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും they push themselves to do it, and they come and tell me that doctor ഞാൻ workout ചെയ്യുന്നുണ്ട് പക്ഷേ my inflammation is going on, you know, hiking up, and I'm not leaning out. So I tell them, do what you enjoy. Similarly, as you mentioned, if they enjoy their meal and be very mindful with what, you know, they eat, I think it really helps with, scientifically it helps with their digestion, their stomach acids and, you know, salivation and everything. അല്ലേ? അപ്പം നമ്മളിപ്പം ഒരു ഗട്ട് എന്നുള്ളൊരു ഇത് പറയുമ്പോൾ ഇപ്പോൾ there are a lot of hype around probiotics, even though it was there always. ഇപ്പൊ കുറെ probiotic drinks കുടിക്കുന്നു, ടാബ്ലറ്റ്സ് കഴിക്കുന്നു, സപ്ലിമെന്റ്സ് കഴിക്കുന്നു. What is your take on that? ഫാൻസി അല്ലാത്ത രണ്ട് probiotic ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണം ഇസ് തൈര്, ഓക്കെ. ദ സെക്കൻഡ് വൺ ഇസ് പച്ചക്കറി. ബേസിക്കലി ഫൈബർ, ബിക്കോസ് അൺഡൈജസ്റ്റബിൾ ഫൈബർ നമ്മൾ പച്ചക്കറിയിലുള്ള സോല്യൂബിൾ നോൺ സോല്യൂബിൾ ആ ദഹിപ്പിക്കാൻ കുറച്ച് പാടുപെടുന്ന ദാറ്റ് ഫൈബർ ഈസ് ദ ഫുഡ് ഫോർ ദ മൈക്രോബ്സ് ഇൻ ദ ബോഡി. ഓക്കെ, ഇതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് സാലഡ് കഴിച്ച് തുടങ്ങുന്ന ഒരാൾ 2 ദിവസം കൊണ്ട് നിർത്തും. യു നോ വൈ? ബിക്കോസ് ദേ ആർ ബ്ലോട്ടഡ്. Okay, what is happening is they don't have enough microbes in their body, in their gut to digest it. അപ്പൊ 2 ദിവസം കഴിച്ചിട്ട് പച്ചക്കറി നിന്ന് എനിക്ക് ഗ്യാസാ. ഓക്കെ, അതേപോലെ തന്നെയാ പറയാം, പയറ് നിന്ന് എനിക്ക് ഗ്യാസാ. ബിക്കോസ് പയറിന്റെ ഓൾ പൾസസിന്റെ തൊലി കുറച്ച് കട്ടി ഉണ്ടാവും. ഓക്കെ, അത് തിന്നാ ഗ്യാസാ. ആൻഡ് ഇത് തിന്നാ ഗ്യാസാ, അത് തിന്നാ ഗ്യാസാ. They start restricting themselves. Okay, and they left with rice and chicken. Okay, so this is how it becomes that very restricted eating avastha, especially for IBS പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക്. They're eating too little, like the variety is very less, where they're starting to develop like deficiencies. Okay, so basically fiber നമുക്ക് ചെല്ലണം and give it some time for that microbes to grow. അപ്പോൾ 2 ആഴ്ച നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ you will be bloated. ഓക്കെ, നമ്മളൊരു ടാബ്ലറ്റ് എടുത്തിട്ട് നമുക്ക് പെയിൻ സപ്രസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇൻസ്റ്റന്റ്ലി പറ്റില്ല. സോ 2 weeks your body will be like pretty gaseous ആയിരിക്കും. കാരണം your microbes are multiplying. You don't have enough. ഇത് മില്യൺസിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ 2 weeks സമയം എന്തായാലും എടുക്കും. ആ 2 weeks കഴിഞ്ഞാൽ വയറങ്ങ് ചെത്താം. തൈരും പച്ചക്കറിയും നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ 2 things. ഒന്ന്, ഫുഡ് ഫോർ ദ മൈക്രോബ്സ് ആണ്. 2, തൈര് ഹാസ് ആക്റ്റീവ് കൾച്ചേഴ്സ്. ഓക്കെ, തൈര് എന്ന് പറയുമ്പോൾ do you talk about any type of curd? Any type of curd. അത് എപ്പിഗാമി തന്നെ ഇല്ല, ഒന്നുമില്ല, എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഈ ലൈക്ക് അത് രണ്ട് ഒന്ന് ആക്റ്റീവ് കൾച്ചർ ആണ്, ഒന്ന് ഫുഡ് ഫോർ മൈക്രോബ്സ് ആണ്. സോ ആക്റ്റീവ് കൾച്ചർ കൊടുക്കുമ്പോൾ വി ആർ ആക്ച്വലി സപ്പോർട്ടിങ് ദാറ്റ് പ്രോസസ്. ആൻഡ് മൈക്രോബ്സ് ഡെവലപ്പ് ആവാൻ തുടങ്ങുമ്പോൾ 2 weeks you will be bloated, expected, and then 2 ആഴ്ച കഴിയുമ്പോൾ ശരിയാവും. ആൻഡ് ഓൾസോ ഇനീഷ്യലി നമുക്ക് ഈ ഒരു ഇഷ്യൂ ഒന്ന് എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ സ്പ്രൗട്ട് യുവർ പൾസസ്. അത് പച്ചക്ക് തിന്നണ്ട. സ്പ്രൗട്ട് ഇറ്റ് ആൻഡ് മേക്ക് എ കറി ഔട്ട് ഓഫ് ഇറ്റ്. സ്പ്രൗട്ട് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ഹൗ യു വുഡ് നോർമലി യൂസ് ഇറ്റ്. എനിത്തിങ്, whatever you enjoy. അതിപ്പോൾ ചാട്ടായിട്ടാണെങ്കിൽ അങ്ങനെ, പക്ഷെ സ്പ്രൗട്ടഡ് സോ ദാറ്റ് ആ സ്കിൻ is broken.
Okay, then അതിൻ്റെ ആ gaseous issue വരില്ല. So 2 weeks of പച്ചക്കറി ആൻഡ് കേർഡ് വുഡ് സെറ്റിൽ യുവർ സ്റ്റമക്ക്. വേറെ നമ്മൾ ഒന്നും ബ്ലഡിൽ ടെസ്റ്റുകൾ ചെയ്തിട്ടൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇൻടോളറൻസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ യുവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ജസ്റ്റ് നീഡ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് റീബൂട്ട്. Okay. Ideally, how many meals a day should one take according to you? Is it the same for all or it varies? Ideally, I would say, okay, this is based on ippatha studies. Yeah. Okay. Yeah. So this might change in the next 10 years because this has been changing the past few years. Yeah. Okay. So 3 main meal and a few snacks in between. Okay. And you need something after your workout. So this is what we need. So നമ്മുടെ idea is small frequent meals. But small frequent meals എന്ന് പറയുമ്പോൾ you are eating every 2 to 3 hours. Yeah. This വിശന്നിട്ട് ഒന്നാകെ കഴിക്കുന്നതിന് പകരം you're eating every 2 to 3 hours and that quantity is very little. Some people weigh their rice on their plate and ഇത് കുറച്ചല്ലേ ഉള്ളൂ, അത് മതി, നിങ്ങൾക്ക് ആവശ്യം അത്രേ ഉള്ളൂ, 2 മണിക്കൂറിൽ കഴിക്കാനുള്ളതാണ്. സോ ഇനീഷ്യലി ഈവൻ ആ ഒരു ക്വാണ്ടിറ്റിനോട് കുറച്ചൊരു അയ്യോ ഇത്രേ ഉള്ളൂ പാവം ഞാൻ എന്ന് തോന്നിപ്പോയാലും ഓവർ ടൈം ഇത് കഴിച്ചിട്ട് വയറുന്ന് അറിയുന്നുണ്ട്. So and by end of the day they realize they are actually eating more than they used to eat. Exactly. But feeling less bloated. Yes. So there are people who are like വീട്ടുകാർ ചോദിക്കുന്നു ഇത് ഡയറ്റ് ആണോ അത് വേറെ വല്ലതും ആണോ, ഇത് എന്തൊരു തീറ്റയാണ്. Okay, so people do get that also. So basically 3 main meals a day and a number of snacks in between. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്തുള്ളൂ, eat your heavier meals earlier in the day because നമ്മുടെ body works with the sun. അതിപ്പോ ആരും മൈൻഡ് ആക്കില്ല, ബട്ട് ബേസിക്കലി വി ഹാവ് എ ക്ലോക്ക്, ഇന്റേണൽ ക്ലോക്ക്. ആ ക്ലോക്ക് വർക്ക്സ് വിത്ത് ദ സൺ. നേരം വെളുക്കുമ്പോൾ ബോഡി ഈസ് വെരി എഫിഷ്യന്റ്. ഇറ്റ് ക്യാൻ എന്തിട്ട് കൊടുത്താലും ഇറ്റ് വിൽ ബേൺ. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ that declines, that power declines, efficiency declines, your body is getting ready for bed. So നമ്മൾ ഇവിടെ ചെയ്യുന്ന നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും തുടക്കം ഈ ക്ലോക്കിനെ തെറ്റിക്കുന്നിടത്താണ് വരുന്നത്. We wake up, we have a rhythm for everything. We have. അത് നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കണ്ട അസുഖങ്ങൾ മുഴുവനും വരുന്നത്. Right? If you're going to be eating in the morning and earlier in the day നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെവിയാണ്, ലഞ്ച് തെറ്റില്ലാണ്ട് ഹെവിയാണ്, വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചു, 6-7 മണിയോട് കൂടി ഡിന്നർ കഴിഞ്ഞു, യുവർ ബോഡി ഈസ് ലൈക്ക് മതി. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ഓൾഡ് പാറ്റേൺ, രാത്രി കഞ്ഞിയും പയറുക ബിക്കോസ് ഇറ്റ് ഈസ് ഈസിയസ്റ്റ് ടു ഡൈജസ്റ്റ്. Okay, and you're not doing much. That's not the like people think kanni is actually very difficult to digest. Yes. Yeah. So it's other way around. It's other way around. And വേറെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, രാവിലെ ജോലിക്ക് പോകണം. Okay, so I don't have time. Right? So you're working your unfueled body. അതിന് കൊണ്ടുപോകും. ലഞ്ചിന് സമയം കിട്ടിയാൽ കഴിച്ചു, ഇല്ലെങ്കിൽ കോഫി പോകും. ഓക്കെ, വൈകുന്നേരം you're famished. So പുറത്ത് ഇറങ്ങുമ്പോൾ probably ഒരു croissant with a coffee or something like that കഴിക്കും. ഒരു ദിവസത്തെ സ്ട്രെസ്സും ഫുൾ ഡേത്തെ എക്സോഷനും തീർക്കുന്നത് ഡിന്നറിലാണ്. ഡിന്നർ വിത്ത് ഡെസേർട്ട്. അതോട് കൂടിയിട്ട് your sugar just shoots up and then you hit like you get that crash വരും. You sleep and your body don't know what to do with all these undigested food. Which ends up in your system and within 2 to 3 years of starting a job, people have all these conditions on a borderline. And this causes chronic inflammation. They started feeling sluggish, brain fog, enki pandathe pole work cheyan pattunnilla ennu parayum. All of this is happening now. As you mentioned, ipo paranju ingane nammal food inde karyam allengi timing inde karyam, meal prep, how important it is. One thing, as you mentioned, I have been doing for last 3 to 4 months, which I felt really worked for me, is eating with the sun. That is sunsetinu mumbu finishing off my dinner. And yes, initially oru namukku vayirukaallu allengi veshikkan thodangum, or you will be like, oh, you njan dinner കഴിച്ചല്ലോ. പക്ഷെ gradually your body tunes it in a way, even if they put the favorite food in front of you after 6 o'clock or 7 o'clock, you don't have the craving to eat it. Exactly. ഈ ഒരു കോൺസെപ്റ്റിൽ കുറേ പേര് ഫോളോ ചെയ്യുന്ന വേറൊരു സംഭവമാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. വെരി മിസ്അണ്ടർസ്റ്റുഡ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത്ര മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ ആൻഡ് ദീസ് മെനി ഹവേഴ്സ് ഓഫ് നോൺ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ കാണുന്ന കാര്യം ആ ഈറ്റിംഗ് വിൻഡോയിൽ ഇവർ എന്തും കഴിക്കും. സെക്കൻഡ്ലി, നോൺ ഈറ്റിംഗ് വിൻഡോ they do it according to their convenience. Some people skip the breakfast and skip the lunch and രാത്രി 12 മണി വരെ കഴിക്കും. So what is the right way to follow intermittent fasting according to you?
intermittent fasting നിങ്ങൾക്ക് ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ do it, keep the eating window the way you like it. പക്ഷേ move it earlier in the day. Start your day like രാവിലെ എണീക്കുന്നത് എത്ര മണിയാണോ it should not be 11. Okay, before 9 ആയിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ്. സ്റ്റാർട്ട് യുവർ ലൈക്ക് നമ്മളിപ്പോൾ ആകെ 8 മണിക്കൂറേ കഴിക്കുന്നുള്ളൂ വെച്ചാൽ 9 to എത്ര നേരം ഉണ്ടാവും 11, 12, 1, 2, 3, 4, 5 റൈറ്റ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് 9 o'clock കഴിച്ചു ആൻഡ് ദെൻ യു ആർ ക്ലോസിങ് യുവർ ഡിന്നർ ബൈ 5. ഓക്കെ, അപ്പോഴും കിട്ടുന്നുണ്ട് ഫാസ്റ്റിംഗ് അവേഴ്സ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ആസ് എന്റർടൈനിങ് ആസ് ഇറ്റ് ഈസ് വെൻ യു ആർ ഡൂയിങ് ഇറ്റ് ദ അതർ വേ അറൗണ്ട്. ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട, സോ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യേണ്ട, 11 സ്റ്റാർട്ട് ചെയ്താൽ മതി ആൻഡ് ദാറ്റ് ഇസ് ഗോൺ ബി എ ബ്രഞ്ച്. അപ്പോൾ ലഞ്ചിന് അഗൈൻ സമയം ആലോചിക്കാൻ വേണ്ട. ആൻഡ് ദെൻ ദ ടീ ടൈം കുഴപ്പമില്ല, രാത്രി നല്ല ഹെവി ആയിട്ട് കഴിക്കാം. സോ ഇൻ എഫക്ട് യു ആർ ഫാസ്റ്റിംഗ് ആൻഡ് ഫീസ്റ്റിംഗ് ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു, റൈറ്റ്? അപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ടൈമിംഗ് നേരത്തെ ആക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ അവിടെ വരുന്നത്. യുവർ ബോഡി ഗെറ്റ്സ് ടു ഡൈജസ്റ്റ് ഓൾ ദാറ്റ് ഇറ്റ് ഹാസ് ടു ഡൈജസ്റ്റ് ഏർലിയർ ഇൻ ദ ഡേ. വൈകുന്നേരം 5 മണിയോട് കൂടി വി ആർ ക്ലോസിങ് ഇറ്റ്, ഓർ 5 or 6 മണി വി ആർ ക്ലോസിങ് ഇറ്റ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, രാത്രിത്തേക്ക് ഫുൾ ഡൈജഷൻ കഴിഞ്ഞിട്ട് ഒരു ഹെൽത്തി ബോഡിയാണ് റെസ്റ്റ് എടുക്കുന്നത്. And you get a good window. Like വൈകുന്നേരം 5 മണി തൊട്ട് രാവിലെ 5 മണി വരെ. You're not eating at 5 in the morning. So you get a 12-hour window there. Plus ഒരു 4 മണിക്കൂറും കഴിഞ്ഞിട്ട് around 16 hours fasting നമുക്ക് അപ്പോഴും കിട്ടും. ഓക്കെ, സോ ഇന്റർമീഡിയറ്റ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ഡു. ആൻഡ് അതിനെ എഫക്റ്റീവ് ആക്കണമെങ്കിൽ ഈ ഇടയിൽ കഴിക്കുന്നതും കുറച്ച് കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി എഫക്റ്റീവ്. And intermittent, what is the effect of intermittent fasting on your gut? Gut microbiome, does it really have a contributing factor? Depends on how your food is while like when you're eating. ആ 8 മണിക്കൂർ കഴിക്കുന്നത് തോന്നിയതാണെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ലൈക്ക് ഒരു വിധത്തിലും നമ്മൾ ഗട്ടിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ കഴിക്കുന്ന വിൻഡോയിൽ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആൻഡ് സ്ലൈറ്റ്ലി കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ വെരി വെരി എഫക്റ്റീവ് ആവും. സോ യു ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ പ്രിൻസിപ്പിളിന്റെ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ടാവുമല്ലോ ഒരു സാധനം ഫോളോ ചെയ്യുമ്പോൾ. അതിൽ നമുക്ക് വേണ്ടുന്ന മാത്രം എടുത്തിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് ബി ആസ് എഫിഷ്യന്റ്. So another thing that I've seen is Pratesh, with the busy work culture and hustle culture, everyone tends to carry a protein bar with them, or a quick snack, and they say njan unhealthy onnulla കഴിക്കുന്നത് protein bar ആണ്, ഇതിൽ ഇത്ര sugar ഉള്ളൂ, ഇത്ര protein ഉള്ളൂ. They say that. Like, how healthy is that actually? If not, what is an alternative for that you would suggest? So protein കാര്യം again coming to that, നമ്മളെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് is that 100 gram protein a day എല്ലാവർക്കും. Okay, it's a blanket number. You don't need that much. Okay, finally ഒരു healthy person can get all the benefits of weightlifting, strength training, everything from just 1 gram per kg body weight. Okay, unless you're going for a competition and you need to hypertrophy your muscles, you don't need all that thing. And pavam kidney, it has to deal with every single gram of it. So if you're going to be giving it that heavy load day in day out for months together, kidney would expire. എല്ലാത്തിനും അതിന്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. It is not just with supplements or other things, it's also with the wrong food that this can happen. So protein bar എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ റിക്വയർമെന്റ് ഓഫ് പ്രോട്ടീൻ നമുക്ക് ഫുഡ് കൂടെ പുഷ്പം പോലെ മീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് യു ഗോയിങ് ടു ബി ഹാവിങ്, that's a very interesting thing that you said, because നമ്മളെടുത്ത് we have teenagers or boys in that body building age group, ഒരു 10 standard 12 standard who come and they load upon protein, maybe supplements, food, etc. കുറെ എക്സസ് പ്രോട്ടീൻ പെട്ടെന്ന് ബോഡിയിൽ വരുമ്പോൾ അത് ചിലപ്പോൾ ആക്നെ ഇതൊക്കെ ആയിട്ട് വരാം. നമ്മൾ ഇവരോട് ഇത് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നൊരു കാര്യമാണിത്. എനിക്ക് ഇത്ര ഗ്രാം പ്രോട്ടീൻ എൻ്റെ ട്രെയിനർ എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ എത്ര ചിക്കൻ കഴിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നത്. സോ സഡൻലി ഇറ്റ്സ് എ ഷോക്കർ ഫോർ ദിയർ ബോഡി, ഫോർ സമ്മൺ ഹു ഹസ് ഹാഡ് എ നോർമൽ മീൽ. പെട്ടെന്ന് ഒരു 2 മാസം കൊണ്ട് ഇത്രയും പ്രോട്ടീൻ ഹൈക്ക് അവർ കൂട്ടുകയാണ്. അപ്പം യു സെഡ് ഇത്ര ഇതിൻ്റെ ആവശ്യമില്ല, ഫുഡിൽ നിന്ന് കിട്ടുന്നു. സോ കുഡ് യു പ്ലീസ് give a brief on that? അതായത് let's take a 70 കിലോ ഉള്ള ഒരാൾ, that person would need 70 gram of protein. Okay, 1 gram per kg body weight. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുകയാണെങ്കിൽ all the foods that I'm saying now contains 7 gram each of protein. Okay, ഒരു ഗ്ലാസ് പാല് 7 gram, ഒരു മുട്ട 7 gram, 30 grams chicken 7 gram, 30 grams fish 7 gram, 15 grams soya chunks 7 gram, 40 grams paneer 7 gram.
ഇങ്ങനെ നിങ്ങൾ 7 ഗ്രാമിന് അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ ക്വാണ്ടിറ്റിയിൽ അടുക്കി വെച്ചാൽ യുവർ 70 ഇസ് സോ ഈസി. ഓക്കെ, ഒരു പാക്കറ്റ് ഓഫ് പ്രോട്ടീൻ and you can just split this across the day 5 meals, right? ലൈക്ക് രാവിലെ ഒരു മുട്ട കഴിക്കുന്നു, 2 മുട്ട കഴിച്ചോട്ടെ, 14 ഗ്രാം കിട്ടി. ഉച്ചയ്ക്ക് 90 grams ചിക്കൻ, 30 grams എന്നാണ് നമുക്ക് കിട്ടും. 90 you get 21, so 49 21 you already half way through. Again post workout കഴിഞ്ഞിട്ട് മുട്ടയോ ഒരു ഗ്ലാസ് പാൽ, ഒരു ഗ്ലാസ് പാൽ ഒരു മുട്ടയും കഴിച്ച് again you get 40. ഡിന്നറിന് again 90 gram chicken. You're sorted. This is wonderful. You're sorted. അത്ര എളുപ്പം നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ if you're going to be like, if the person is like super obese ഒക്കെ ആണെങ്കിൽ നമ്മളെ റിക്വയർമെന്റ് വുഡ് ബി ക്വൈറ്റ് ഹൈ, ബിക്കോസ് അവരെ ഒറ്റയടിക്ക് പട്ടിണി കിടാൻ പറ്റില്ലല്ലോ. സോ വിൽ വർക്ക് അറൗണ്ട് ഇറ്റ് ആൻഡ് നമ്മൾ കുറച്ച് കൊണ്ടുവരും. സോ ഫോർ ദം ദേ ഗെറ്റ് ടയർഡ് ഓഫ് ചിക്കൻ. ഓക്കെ, അങ്ങനത്തെ സാഹചര്യത്തിൽ ഐ എം നോട്ട് അഗെയിൻസ്റ്റ് സപ്ലിമെന്റ്സ് കംപ്ലീറ്റ്ലി. ഓൾ ഐ എം സേയിങ് ഇറ്റ് ജസ്റ്റ് മേക്സ് ലൈഫ് ഈസി. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഓടുന്ന ആൾക്കാർക്ക് ഐ വുഡ് ഗിവ് ദം എ പ്രോട്ടീൻ സ്മൂത്തി ഇൻ ദ മോർണിംഗ്. അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടാവും, പ്രോട്ടീൻ പൗഡർ ഉണ്ടാവും, പാലുണ്ടാവും, നട്ട്സ് ഉണ്ടാവും, പറഞ്ഞ പോലെ ഫ്ലാക്സ് സീഡ്സ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്. ഇറ്റ് വിൽ ബി എ വെരി എന്താ പറയുക ബാലൻസ്ഡ് കൈൻഡ് ഓഫ് സ്റ്റഫ് ആയിരിക്കും. That would sustain them throughout the day. അപ്പോൾ പ്രോട്ടീൻ നമ്മൾ the question was protein bar how effective അല്ലെങ്കിൽ എന്താണ് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. സോ does your protein bar come within your daily protein intake? അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇഫ് യു ആർ ഗോയിങ് ടു ബി ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദിസ് പ്രോട്ടീൻ ബാർ ഫോർ യുവർ ഡെയിലി ഇൻടേക്ക്, ദെൻ യു ആർ നോട്ട് മീറ്റിംഗ് ഇറ്റ് ലൈക്ക് എനിവെയർ. ഒരു പ്രോട്ടീൻ ബാറിൽ എത്ര പ്രോട്ടീൻ ഉണ്ടോ അതിന്റെ ബാക്കിൽ നോക്കിയാലേ കാണുള്ളൂ, ബിക്കോസ് ആ പറഞ്ഞ അത്രയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫുഡിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് ഈസി ഫോർ ദ ബോഡി ടു അബ്സോർബ് ഇറ്റ്. Okay, and protein bar doesn't fill you also. It doesn't. You'll just like, you'll not be hungry for a bit. Again you'll have that crash. And substitute diet, what I would say is go for nuts and dry fruits. It will actually sustain your glucose maintain ചെയ്യും. And nuts le fat ulladond you'll feel that ആ ഒരു satiety കുറച്ച് നേരം കൂടി നിൽക്കും. You'll feel little full. Yes. So that is what I would suggest. And also you can carry along ഇപ്പോൾ Yakult പോലത്തെ കുഞ്ഞു shots of probiotics carry ചെയ്യണമെങ്കിൽ you're more or less eating quite healthy than a protein bar. And the fun part is, if you're taking excess protein and not exercising enough, what happens is നമ്മളെ ബോഡിക്ക് ഇതെല്ലാം കൊണ്ടിട്ട് ഒന്നേ ചെയ്യാൻ അറിയുള്ളൂ, കൺവേർട്ടിംഗ് ടു ഫാറ്റ് ആൻഡ് സ്റ്റോർ. Okay, you should say that. Yes. So excess of protein with low physical activity can also be converted into fat. Excess of everything gets converted to fat. And everyone talks about only carbohydrate as the villain and protein as the saint. No, anything not handled well. നമ്മളെ ബോഡിക്ക് ആവശ്യമില്ലാത്ത അത്രയും പ്രോട്ടീൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ you're basically storing that as fat. അല്ലാണ്ട് ഇന്നിപ്പോൾ കുറച്ചധികം പ്രോട്ടീൻ എടുത്തത് എല്ലാം കൂടെ നാളെ പോയി മസിലൊന്നും ആവില്ല. ബോഡിക്ക് എത്രയാണോ താങ്ങാൻ പറ്റുക അത്ര എടുക്കും. ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് എക്സസൈസസ് ഡിഡ് യു ഡു? Did you do enough of weight training? Did you exert yourself? Did you എന്താ പറയുക progressively overloaded your weights? അപ്പോഴൊക്കെ അത് യൂസ് ആവുള്ളൂ. അല്ലാണ്ട് വെറുതെ കുറെ പ്രോട്ടീൻ കുത്തി കയറ്റിയതുകൊണ്ട് കാര്യമില്ല. See, so I have been following some wellness things, and I've always been talking about it to my patients or people I know, and I always tell them ipo oru hype undu, usage of gadgets, usage of devices, and that is equal to wellness, or wellness is a new cool thing in town. No, so there are a lot of other things that we need to do in our day-to-day basis, starting from taking that moment of pause in the morning when you wake up, or having that glass of water, or things that you do to prevent a cortisol hike unnecessarily. ബാക്കി നമ്മൾ എന്ത് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും പ്രോപ്പറായിട്ട് നന്നായിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ these all might not even if you invest to do $1,000 or how much ever in a LED light mask, that might not show up the result. Now, how relevant or how much of importance do you give to these cortisol hikes and stress hormones when it comes to diet management for your clients? Right. So ഈ constant monitoring ചെയ്യുമ്പോൾ if it is going to cause you more stress, definitely, then it is counterproductive. Okay, I have had this experience where they come and tell me, doctor ഇന്നലെ എൻ്റെ ഉറക്കം ശരിയായില്ല, എൻ്റെ വാച്ച് പറഞ്ഞു that I didn't have a deep sleep. I was like, did you have a deep sleep? Yeah, I was pretty rested. Exactly. Why are you stressing about it? നമ്മളെ like the need to perfect everything. And you're relying on gadgets. See, I'm not saying gadgets are bad. അല്ലെങ്കിൽ എല്ലാ ഗാഡ്ജറ്റ്സും അങ്ങനെ എന്നിട്ട് ഇപ്പോൾ ടെക്നോളജി അങ്ങനെ വളർന്നു ഇങ്ങനെ. See, everything has its place. I am also all for tech, but
don't overboard it. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്, ഇഫ് ഇറ്റ് ഇസ് ടു സ്റ്റെബിലൈസ് യുവർ ഇഫ് ഇറ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇൻസുലിൻ ഡോസേജ് ഓർ ടു ഗിവ് യു ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. Okay, to decide how much insulin do you need in different points of the day to manage your diabetes. അതിന് നിങ്ങൾ 2 മാസം CGM യൂസ് ചെയ്യണമെങ്കിൽ go for it. പക്ഷെ that should not be your lifelong partner. എനിക്കത് അറിഞ്ഞില്ലെങ്കിൽ എന്താന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം there are people who are so obsessed with these numbers on the gadget that നമ്മൾ പണ്ട് വെയിങ് സ്കെയിലിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് നമുക്ക് പ്രശ്നമായിട്ടുണ്ടോ, ഇപ്പോഴും we are like creating awareness to stop using it. അതന്നെയാണ് ഈ പറഞ്ഞ ഹെൽത്ത് ഗാഡ്ജറ്റ്സിന്റെയും പ്രശ്നം. Right. But if you're going to be like, you know, the 6K steps ആയിട്ടുള്ളൂ, let me go and do my 10K എന്നാണെങ്കിൽ that is fine. Okay. പക്ഷെ if you are like, ഇന്നും 10K ചെയ്തില്ല, ഇന്നലെയും 10K ചെയ്തില്ല, and micromanaging everything. എന്റെ ഹാർട്ട് ബീറ്റ് ഇത്രയായി, എന്റെ പൾസ് റേറ്റ് ഇത്രയാണ്. So I think it's too much of information. Yes. And what are you doing with it? We are not doing anything. അതായത് ICU കിടക്കുന്ന ഒരു patient if like completely connected ആയിരിക്കും, the doctors know what to do with it. The nurses know. And you need the data. Yes, you need the data to give you the correct dosage of medicines. What are you doing with it? As a layman, is it adding value or deteriorating your exactly quality of life? പീസിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ if you're going to be like നേരത്തെ പറഞ്ഞ പോലെ എണീറ്റിരുന്നുണ്ട് ഞാൻ ഉറങ്ങിയില്ല എന്ന് വാച്ചാണ് പറയുന്നത്, പക്ഷെ യു ആർ ഫീലിംഗ് വെരി ഓക്കെ, then നമ്മൾ ആക്ച്വലി കിട്ടിയ ഉറക്കത്തിനെ നമ്മൾ കിട്ടിയില്ല എന്ന് പറയാണ്. And it's all about feeling, right? So എന്റെ ക്ലയൻസിന്റെ അടുത്ത് I don't tell them to do even a blood test. Okay, I'm like 6 മാസം മുമ്പ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എന്നാ അവിടെ നിന്നോട്ടെ, ഇനിയിപ്പോൾ ചെയ്യണ്ട. ലൈക്ക് 3 മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. ബട്ട് അതിനകത്ത് വാല്യൂസ് നോർമൽ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നോ ദാറ്റ് ഇസ് എൻ ഇംപ്രൂവ്ഡ് വാല്യൂ. ഓക്കെ, ഇറ്റ് ഈസ് ഓൺ ഇറ്റ്സ് വേ ടു ബിക്കം നോർമൽ ഓർ ഗെറ്റ് ഇൻസൈഡ് ദാറ്റ് ബോർഡർ. പക്ഷെ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി വേഴ്സ് 3 months ബാക്ക്. അത് ഇപ്പം അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിവേ യു ആർ സൈനിങ് അപ്പ് ഫോർ എ പ്രോഗ്രാം, യു ആർ സൈനിങ് അപ്പ് ടു സ്റ്റാർട്ട് എക്സസൈസിങ്, ഈറ്റിംഗ് വെൽ. അതിന്റെ റിസൾട്ട് വരാൻ 3 മാസമെങ്കിലും സമയം എടുക്കും. അപ്പോൾ ഇപ്പം അറിഞ്ഞാൽ കോർട്ടിസോൾ മാത്രമേ കൂടുള്ളൂ. So why? So let's not. And for me, what happens is, എൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഫസ്റ്റ് 4 weeks എത്ര കിലോ ആണ് ബോഡി ഫാറ്റ് കുറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ചെക്ക് ഓൺലി ബോഡി ഫാറ്റ് പെർസെന്റേജ് rather than the number on the scale. So ആദ്യത്തെ 4 ആഴ്ച ബോഡി ഫാറ്റ് അടിപൊളിയായിട്ട് കുറയും, പക്ഷെ ഓൾമോസ്റ്റ് സിമിലർ എമൗണ്ട് ഇപ്പുറത്ത് മസിൽ കൂടും. So weight ചിലപ്പോൾ ഡിഫറൻസ് വരെ ഇല്ല. It happens in 90-95% clients. Okay, so 78 kg തുടങ്ങിയ ഒരാള് 6 കിലോ ഫാറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, 6 കിലോ മസിൽ കൂടിയിട്ടുണ്ടാവും. Clothes will fit better, they'll feel better, everything would be better except the scale. Okay, so waist ചെറുതായിട്ടുണ്ടാവും, പാന്റ് സൈസ് ചെറുതായിട്ടുണ്ടാവും, ബെൽറ്റിന്റെ തൊള കയറിയിട്ടുണ്ടാവും, ഷർട്ട് is fitting better, kurti is fitting better, I'm feeling really great, energy levels are high, sleeping is better, motion is better, gas illa, cravings illa, skin is brighter, but my number didn't change. But nullifies everything. Also, like ആദ്യത്തെ 4 ആഴ്ച I tell them just look how you feel. Feelings മാത്രമാണ് നമ്മൾ ആദ്യത്തെ 4 ആഴ്ച jot down ചെയ്യാൻ പോകുന്നത്. This is what you're going to keep a record of and not the number on the scale. Inches കുറയും, kurti sizes difference വരും. So be happy about all those small things because we are not after the number. And give yourself the reward instead of being behind the rat race for everything. Now I think we've covered almost everything. One more thing that I wanted to just get your opinion on is supplementation and nutraceuticals. Now there is a big hype. Now എന്നല്ല കഴിഞ്ഞൊരു 5 to 6 years ആയിട്ട് nutraceuticals and supplements where മുമ്പ് കുറച്ച് നമ്മൾ ഇങ്ങനെ ഒരു 5-6 പില്ലൊക്കെ കഴിക്കുന്നത് കണ്ടിരുന്നത് ഒന്നെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അണ്ടർലൈൻ കണ്ടീഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ now it is a normal thing for everyone to have ഒരു 3 pill in the morning, 4 pill in the night. Right. So what is your take on that? Do you recommend nutraceuticals? I'm all in for that, but I don't believe in living with supplements or nutraceuticals. What is your take on it? Supplements can never replace the actual food. Okay, നിങ്ങൾ ആക്ച്വൽ ഫുഡ് കഴിച്ച് എല്ലാം ഓക്കെ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടി യു ക്യാൻ ഹാവ് ദം. ഓക്കെ, ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ദോസ് ആർ നോട്ട് മെഡിക്കേഷൻസ് ടു ബി കണ്ടിന്യൂഡ് ഇൻ ദ ലോങ് ടേം. അത് ആദ്യത്തേത്. രണ്ടാമത്തെ കാര്യം, ഇഫ് യുവർ സോൾ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആർ കമ്മിങ് ഫ്രം ദാറ്റ്, യുവർ ബോഡി ഈസ് നോട്ട് അബ്സോർബിങ് ദം. കാരണം ബോഡിക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ
ഇറ്റ് ഈസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. അതിൻ്റെതായിട്ടുള്ള അഹങ്കാരം ഉണ്ടാവും യുവർ ബോഡി. ഇതിൻ്റെ കോമ്പിനേഷൻ ഇത് വന്നാലേ ഞാൻ അബ്സോർബ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ ദ ഡ്രെയിൻ. ഓക്കെ, സോ നമ്മളെ ഫുഡും നമ്മുടെ cooking methods from generations are aligned with it. Okay, ഈ ഫുഡിന്റെ കൂടെ ഇത് കഴിക്കുന്നത് ഒരു രീതിയുണ്ട്. എക്സാക്ട്ലി ലെറ്റ്സ് സേ ലൈക്ക് പണ്ട് നമ്മൾ പറയുന്നത് കപ്പയും താളും, റൈറ്റ്? സോ ഫൈബർ, റൈറ്റ്? സോ we are always balancing one with the other, which is there in our traditional eating patterns. Okay, so that enhances absorption, right? അത് സപ്ലിമെന്റ്സ് മാത്രം എടുത്താൽ വരില്ല. ആൻഡ് വേറെ ഒന്ന് കാര്യം, സപ്ലിമെന്റ്സ് എടുത്താലേ ന്യൂട്രിയൻസ് കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. സോ യു ഹാവ് ടു ഈറ്റ് എ വെരി നോർമൽ മീൽ ആൻഡ് സ്റ്റേ ഹെൽത്തി. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ഭയങ്കര കുറവുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ലെറ്റ്സ് ഇപ്പോൾ വൈറ്റമിൻ ഡി ഒരു ലെസ് ദാൻ 10 ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഗോ ഫോർ യുവർ സപ്ലിമെന്റേഷൻ ഫോർ 2 months or 3 months ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യുവർ ഡോക്ടർ സേസ്. അത് കഴിഞ്ഞാൽ നിർത്തണം. Because otherwise when you're doing this you're creating oru hyper vitamin levels body il varunathu is again damaging to the body, right? So adu nammal test cheyyunnilla, you're just going on popping pills, right? So ende adu kazhinju ende ee tablet kazhinju aa tablet kazhinju tablets edukkan marannu. Like everything that you eat has to be filtered through your kidney. And it should be monitored. Do you need it or not? Exactly. എൻ്റെ ഫ്രണ്ട് കഴിക്കുന്നു ഈ സപ്ലിമെന്റ്, അപ്പം ആൾക്ക് എന്തോ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ മുടി ഒഴിച്ചിൽ വന്നു, സ്കിൻ ബെറ്റർ ആയി എന്ന് വെച്ചിട്ട് ഇറ്റ് മൈ നോട്ട് സൂട്ട് ഫോർ യു. യു മൈ നോട്ട് നീഡ് ഇറ്റ്. ആൻഡ് നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ മറ്റേ ലൈക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിനുള്ള ബ്ലഡ് ടെസ്റ്റും ഇല്ല, റാമ്പന്റ് ആയിട്ടില്ല. യു ഹാവ് ദ കോമൺ അയണും വൈറ്റമിൻ ഡിയും കുറച്ചൊക്കെ നോക്കാനുള്ളത്. ബാക്കി ഫുള്ള് അവർ കഴിച്ചപ്പോൾ അവർക്ക് നല്ല ഉറക്കം കിട്ടി, ഇവർ കഴിച്ചപ്പോൾ ഇവർക്ക് നല്ല ബെനിഫിറ്റ് കിട്ടി എന്നുള്ളതാണ്. ഡു യു നീഡ് ഇറ്റ്? Like അവരുടെ ഈറ്റിംഗ് പാറ്റേണും നമ്മളെ ഈറ്റിംഗ് പാറ്റേണും ഡിഫറെന്റ് ആയിരിക്കും. If you're somebody who's activities different. Yes, if you're somebody living near a coastal area അല്ലെങ്കിൽ very fish based ആണ് meal കഴിക്കുന്നത്, that person does not need omega supplements, right? Definitely. Compared to somebody who's living in a കുറച്ചും കൂടി hilly area where they more like beefും അല്ലെങ്കിൽ ചിക്കനും ആണ് ഡിപെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ they might need a fish supplement. So this is very subjective. പക്ഷെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ഈസ് സോ ട്രെൻഡിങ് ആൻഡ് പറഞ്ഞ പോലെ നമ്മളെ കോസ്മെറ്റിക്സ് പോലെ തന്നെ ഇറ്റ് ഇസ് പുഷ്ഡ് യുവർ ഫേസ്. You need it. ഇത് ഇല്ലെങ്കിൽ you are doing something wrong. Need എന്നുള്ള. Yes, ഇത് ഇല്ലെങ്കിൽ there is something wrong. So പിന്നെ ഇത് ഇപ്പൊ ഈ ഇല്ലെങ്കിൽ സംതിങ് റോങ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ഇത് അവർ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ ഇത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു വിൽ റിഗ്രറ്റ് 5 years later. അപ്പം ആ റിഗ്രറ്റ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഹാവ് ദിസ് ഫോമോ ദാറ്റ് will I not age gracefully? So I always tell them, don't look at an anti-aging pattern, look at a intelligent aging pattern wherein aging is a process. Yes, that is going to happen and no way you can stop it. No matter, even if you go in a cave and live, it is going to happen. Your organs, your everything is going to age, but it needs to age better, gracefully, according to your chronological age, right? Rather than reverse of it. So ആ ഒരു ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുമ്പം വാട്ട് വിൽ ബി ലൈക്ക് 2 or 3 hacks that you would, or 2 or 3 routine that you can follow in terms of diet? ഇപ്പൊ ചിലവർ ഗീ കഴിക്കാൻ അങ്ങനെ what are the things that you would add? I would add fish to the diet. ചെറിയ മീൻ, ചെമ്മീനും ഐക്കറ ആവലി മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു മീനുകൾ, അത് ലൈക്ക് മുള്ളുള്ളതോ. യെസ്, എക്സാക്ട്ലി, മുള്ളുള്ളത്. ഓക്കെ, സോ സ്മോൾ ഫിഷസ്. I love small fish. Nuts. Okay, അപ്പോൾ നട്ട്സ് എന്ന് പറഞ്ഞാൽ വാൾനട്ടും ചെസ്റ്റ്നട്ടും ഹേസൽനട്ടും തന്നെ വേണ്ട, സാധാ കടല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞി നട്ട്സ്. സോ പുറത്തിറങ്ങുമ്പോൾ ചിപ്സ് വാങ്ങുന്നതിന് പകരം അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടൻ കയ്യിൽ നിന്ന് 10 രൂപയ്ക്ക് ഒരു കടല വാങ്ങിച്ചാൽ ദാറ്റ് ഇസ് സോ മച്ച് ഹെൽത്തിയർ ദാൻ ദ പാക്കറ്റ് തിങ്സ്. സോ ഇൻകോർപ്പറേറ്റ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. നട്ട്സ് കഴിക്കണം, ഫിഷ് കഴിക്കണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചീരയും മുരിങ്ങയും ഇലക്കറികൾ കഴിക്കണം. ദിസ് ഇസ് നോട്ട് എ ഹാബിറ്റ്. ഓക്കെ, അത് ഹാബിച്വൽ ആയിട്ടുള്ള വീടുകളുണ്ട്, അത് തൊടാത്ത വീടുകളുണ്ട്. സോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആർ ലൈക്ക് വൺ ഓഫ് ദ സൂപ്പർ ഫുഡ്സ്. അത് നമ്മൾ ഡെയിലി ലൈക്ക് വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ ഫുഡിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യുവർ ഡയറ്റ് ഓർ യുവർ പ്ലേറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എ ഫ്രൂട്ട് സ്റ്റോൾ. ഇറ്റ് ഷുഡ് ബി കളർഫുൾ. അങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ you would age gracefully. And processed food korkka. Processed food is again a very oxidative stress and all, and it's a very blanket term. Basically whatever comes in a packet is most probably processed. So processed food korkanam.
and you never really know what all goes into it. You just believe the label. Right. And labeling is very correct. It's a very tricky. So labeling to an extent നമുക്ക് സമാധാനിക്കാം നല്ലാണ്ട് ഫ്രണ്ടിൽ എഴുതിയതാവില്ല ബാക്കിൽ. സെയിം പ്രോഡക്ട്സ് തന്നെ ഇവിടെ കിട്ടുന്നതും ഇവർ പുറത്ത് കിട്ടുന്നതും നമ്മൾ നോക്കുമ്പോൾ സെയിം പ്രോഡക്റ്റ്, സെയിം ഫ്ലേവർ, സെയിം സംഭവം. ഇവിടെ വേറെ ആയിരിക്കും ഇൻഗ്രീഡിയൻറ്റ്, അവിടെ വേറെ ആയിരിക്കും ഇൻഗ്രീഡിയൻറ്റ്. ആ കൺട്രീൻ്റെ ലോസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് അവർ മാറ്റും. So ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് so that I feel a lot of people needs to understand that ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ ഇത് ഓക്കെയാണ്. അതല്ല സിറ്റുവേഷൻ എന്നുള്ളത്. സോ നമ്മൾ പ്രോസസ്ഡിൽ നമ്മൾ ഇത്ര ആലോചിക്കുന്നുള്ളൂ. ഫ്രം ഇറ്റ്സ് റിയൽ ഫോം, ഹൗ ഫാർ ഹാസ് ദ ഫുഡ് കം? ബിസ്ക്കറ്റ് എടുത്ത അതിന്റെ ഒറിജിൻ എന്താ എന്ന് ആലോചിച്ചാൽ ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഓക്കെ. സോ ഫ്രൂട്ട് ജ്യൂസ് എടുത്ത ദാറ്റ് സ്റ്റെപ്പ് ഇസ് smaller. Okay, potato chips എടുത്താൽ it's a again big step. And for it to remain that way in that packet, അതും കൂടെ ആലോചിക്കുമ്പോൾ അതേപോലെ ഇപ്പൊ മീറ്റ്, നമ്മൾ ചിക്കൻ ഒരു സ്റ്റാളിന്ന് ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ that chicken was alive like 10 minutes ago, right? പ്രോസസ്ഡ് മീറ്റ് എടുക്കുമ്പോൾ if it's like കീമ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോസേജ് ആയിക്കോട്ടെ, when was that animal alive? നമുക്ക് അറിയില്ല. വാട്ട് ഓൾ പ്രോസസ് ഡിഡ് ഇറ്റ് ഗോ ത്രൂ ടു സ്റ്റേ ഇൻ ദാറ്റ് പ്രിസ്റ്റീൻ കണ്ടീഷൻ? സോ നമ്മൾ ഫ്രം ദ ആക്ച്വൽ ഫുഡ് ടു വാട്ട് ഇറ്റ് ഈസ് നൗ, അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്സ് കൂടുന്തോറും ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ പ്രോസസ്ഡ്. സോ whenever you take something, see how far from its actual form, from its raw form. Yes, അതിന് അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് ടു പ്രോസസ് and that your body does not want it. അപ്പം നമ്മളെ ബോഡിക്ക് വേണ്ടത് നമ്മളെ ബോഡീനെ പോലത്തെ ഫുഡാണ്. ലൈക്ക് വെരി മുറിയായാൽ അവിടെ പഴുക്കും, അല്ലെങ്കിൽ വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വുഡ് വേഴ്സൺ. അതേപോലെ പെരിഷബിൾ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. ദ ബോഡി ക്യാൻ അബ്സോർബ് ഇറ്റ് ബെറ്റർ, ആൻഡ് ദ മോർ യു ഗിവ് ഇറ്റ്, ദ മോർ എഫിഷ്യന്റ് ദ ബോഡി ബിക്കംസ്. Thank you so much. I think it was a wonderful session. My pleasure. And I also got to learn a lot of things, especially about protein and I think you just made it very simple and very easy for people to understand. And അയ്യോ ഞാൻ പ്രോട്ടീൻ കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ ബാക്കിൽ ഓടേണ്ട ആവശ്യമില്ല. It is this simple എന്നുള്ളത് you put it out there. I'm so glad we did this. Thank you so much for being. Thank you so much.